കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് ഇന്നത്തെ എഴുത്തുകുത്തുകൾ അങ്ങയുടെ തിരുസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രമാണം ചെയ്യുന്നവരുണ്ട് ഈശോയെ, ഭാഗോടമ്പടി ചെയ്യുന്നവരുണ്ട് ഈശോയെ, സ്ഥലം അളക്കാൻ പോകുന്നവരുണ്ട്, അതിർത്തി തർക്കം ഉണ്ടാകുന്നവരുണ്ട് ഈശോയെ, അവിടെയെല്ലാം സങ്കടപ്പെടുന്നവരുണ്ട്. എന്ത് കാര്യത്തിലാണോ എൻ്റെ ദൈവപൈതലെ നീ സങ്കടപ്പെടുന്നത്, അവിടെ നിൻ്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെ ഉണ്ടാകും. കർത്താവ് സെൻഡ് ചെയ്യണതാണത്. നീ ധൈര്യമായിട്ട് പോകാം. എപ്പോൾ പോകുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. കർത്താവെ, ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തിൻ്റെ ജീവസന്ധാന മാർഗത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട്, ദൂരങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അവർക്ക് വിസ പ്രോസസ്സിങ് നടക്കുന്നവരുണ്ട്, അത് വിസ വീണ്ടും പുതുക്കി കിട്ടാത്തവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, കുടുംബസമയം ജീവിക്കാൻ പറ്റാതെ തിരിച്ചു പോരാൻ വേണ്ടി വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് ഈശോയെ. നാട്ടിൽ വന്നാൽ ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാടുകളുള്ളവരുണ്ട് ഈശോയെ. നാട്ടിലെ വീട് പോലും വിറ്റുപോയവരുണ്ട് ഈശോയെ. ഇങ്ങനെ പലതരത്തിൽ വേദനിക്കുന്നവർ സങ്കടത്തോടെ അങ്ങയുടെ ദൃശ്യനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. കുടുംബത്തിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുന്നതിന് സ്വന്തം കഴിവുകേടുകളും നിറവുകേടുകളും മറച്ചു വെക്കുന്നതിന് വേണ്ടി കണ്ടവരുടെ മനുഷ്യൻ്റെ കഴുത്തേ കയറിക്കൊണ്ട് എപ്പോഴും ഒരു ചർച്ചാ വിഷയമാകുന്ന വ്യക്തികളെ ഓർത്ത് അവരുടെ മാനസിക രോഗങ്ങളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ തിന്മയുടെ ശക്തികൾ യേശുനാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ.